ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLൻ്റെ കാര്യത്തിൽ വലിയ പുരോഗതികൾ ഒന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഫെഡറേഷൻ ചെയ്ത കാര്യം എന്തെന്നാൽ ഒരു 3-അംഗ കമ്മിറ്റി അവർ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. ഈ ISLൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും ഈ 3-അംഗ കമ്മിറ്റിയാണ് വിശദമായി കൊണ്ട് പഠിക്കുക. എന്നിട്ട് വരുന്ന ജനുവരി 2-ാം തീയതി അവർ ഫെഡറേഷന് മുന്നിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഫെഡറേഷൻ ISLൻ്റെ ഭാവി തീരുമാനിക്കുക. ഏതായാലും ആ ഒരു റിപ്പോർട്ടിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം ഒരു ആരാധകൻ എക്സിൽ പങ്കുവച്ചിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിയെ മെൻഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നത് എല്ലാ ക്ലബ്ബുകൾക്കും ചേർന്നുകൊണ്ട് സ്വന്തമായിക്കൊണ്ട് ഒരു ലീഗ് അഥവാ ഒരു പ്രൈവറ്റ് ലീഗ് ഉണ്ടാക്കിക്കൂടെ എന്നാണ്. ഇതിന് അഭിക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് തങ്ങൾ ചിന്തിക്കാഞ്ഞിട്ടല്ല, പക്ഷെ നിലവിലത് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാണ് അഭിക് പറഞ്ഞിട്ടുള്ളത്. ആ ആരാധകന്റെ ചോദ്യം ഇങ്ങനെയാണ്: എല്ലാ ISL ക്ലബ്ബുകളും ചേർന്നുകൊണ്ട് ഒരു പ്രൈവറ്റ് ലീഗ് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട സമയമാണിത്. അത് പ്രാക്ടിക്കലാണോ അഥവാ പ്രായോഗികമാണോ എന്നാണ് അഭികിനോട് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് വരുന്നത്: സുഹൃത്തെ, എല്ലാ ക്ലബ്ബുകളും ചേർന്നുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പലവിധ പരിഹാരങ്ങളും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ അതൊരു ബാലികേറ മലയാണ്. ഇതാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. അതായത് നിലവിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല എന്നാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. എല്ലാ ലീഗുകളും ചേർന്നുകൊണ്ട് ഒരു പ്രൈവറ്റ് ലീഗ് രൂപീകരിക്കുന്നതിന് വലിയ സങ്കീർണതകൾ ഉണ്ട്. കാരണം ഫെഡറേഷന്റെ പിന്തുണ ഇല്ലാതെ അത് എത്ര കാലം മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ പലവിധ സങ്കീർണതകളും ഉണ്ടാകും. അതുകൊണ്ടാണ് ഫെഡറേഷന് കീഴിൽ എല്ലാ ക്ലബ്ബുകളും ചേർന്നുകൊണ്ട് പ്രീമിയർ ലീഗ് മാതൃകയിൽ ലീഗ് നടത്താനുള്ള ഒരു പ്രപ്പോസൽ ഫെഡറേഷന് മുന്നിൽ വെച്ചിരുന്നത്. പക്ഷെ അതാവട്ടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തള്ളിക്കളയുകയും ചെയ്തു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.